പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 18 ചൊവ്വാഴ്ച. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. സർവഭൂമിയുടെ നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേൽ നിന്നൊഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം വഴി തുറക്കാൻ നാം കാത്തിരിക്കുകയാണ്, അതോ വഴി തുറന്ന ശേഷം മാത്രം മുന്നോട്ട് പോകാനാണോ നാം തയ്യാറാവുന്നത്? ഇന്ന് നാം ധ്യാനിക്കുന്ന വചനത്തിൽ ദൈവം യോശുവയോട് പറയുന്നു, ആദ്യം വെള്ളം നിൽക്കും, പിന്നെ പുരോഹിതന്മാർ ഇറങ്ങട്ടെ എന്നല്ല, കാലുകൾ വെള്ളത്തിൽ തട്ടുമ്പോൾ വെള്ളം നിന്നു പോകും എന്നാണ് ദൈവം പറഞ്ഞത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസം എന്നത് വഴി കണ്ട ശേഷം നടക്കുന്നതല്ല, ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ച് കാലടി വയ്ക്കുമ്പോൾ വഴിയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് നടക്കുന്നതാണ്. യോർദാൻ അന്ന് സാധാരണ ഒരു ചെറിയ തോടായിരുന്നില്ല, അത് കടക്കാൻ കഴിയാത്ത ഒരു തടസ്സമായിരുന്നു. അതിൻ്റെ മറുവശത്തായിരുന്നു ദൈവം വാഗ്ദാനം ചെയ്ത ദേശം. ഇസ്രായേൽ ജനത്തിന് മുൻപിൽ വെള്ളം, പിന്നിൽ മരുഭൂമി, മുന്നിൽ ദൈവത്തിൻ്റെ വാഗ്ദാനം, പക്ഷെ അതിനിടയിൽ യോർദാൻ. എന്നിട്ട് ദൈവം പറഞ്ഞു, മുന്നോട്ട് പോകൂ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പുരോഹിതന്മാർ വെള്ളത്തിൻ്റെ അരികിലെത്തി. വെള്ളം അപ്പോഴും ഒഴുകുകയാണ്, തടസ്സം അപ്പോഴും അവിടെ തന്നെയുണ്ട്. പക്ഷെ അവർ തിരിഞ്ഞു പോയില്ല, അവർ കാലടി വെച്ചു. അപ്പോഴാണ് ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ സംഭവിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നാം പ്രാർത്ഥിക്കും, കർത്താവേ, ആദ്യം വഴി തുറക്കണമേ, പിന്നീട് ഞാൻ നടക്കാം. പക്ഷെ ദൈവം പറയുന്നത് ഇതാ, വിശ്വാസത്തോടെ ഒരു കാലടി വയ്ക്കൂ, ഞാൻ വഴി തുറക്കും. ഒരു ചെറിയ ബൈബിൾ ഇല്ലസ്ട്രേഷൻ സൂചിപ്പിക്കട്ടെ. പത്രോസ് യേശുവിനെ വെള്ളത്തിന്മേൽ നടക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, കർത്താവേ, നീ തന്നെയെങ്കിൽ എന്നെ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരുവാൻ കൽപ്പിക്കണമേ. യേശു പറഞ്ഞു, വരിക. പത്രോസ് വള്ളത്തിൽ നിന്നിറങ്ങി. വെള്ളം മാറിയതിന് ശേഷമല്ല അദ്ദേഹം ഇറങ്ങിയത്, യേശുവിൻ്റെ വാക്ക് കേട്ടതിനാലാണ് ഇറങ്ങിയത്. അതായിരുന്നു വിശ്വാസത്തിൻ്റെ കാലടി. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചില യോർദാന്റെ അനുഭവങ്ങൾ ഉണ്ടാകാം. ദൈവം വഴി തുറക്കുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല. ദൈവം പറഞ്ഞതനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ അവൻ വഴി തുറക്കാൻ ഇറങ്ങി വരും. ഒരു ഹൃദയപരിശോധന നമുക്ക് നടത്താം. നമ്മുടെ ജീവിതത്തിൽ ദൈവം മുൻപോട്ട് പോകാൻ പറയുമ്പോഴും ആദ്യം വഴി തുറക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നിൽ നാം നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ദൈവം ഇതിനകം സംസാരിച്ചിട്ടുണ്ടാകാം, പക്ഷെ നമുക്ക് ഉറപ്പ് വേണം, എല്ലാം വ്യക്തമായി കാണണം, അപകടമൊന്നും ഉണ്ടാകരുത്. അതിനുശേഷം വിശ്വസിക്കാം എന്ന് നമ്മൾ കരുതുന്നു. വിശ്വാസം എന്നത് എല്ലാം കാണുന്നതല്ല, ദൈവത്തെ വിശ്വസിച്ച് കാണാത്ത വഴിയിലേക്ക് ആദ്യ കാലടി വയ്ക്കുന്നതാണ്. അപ്പോൾ നാം എന്ത് ചെയ്യണം? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യണമെന്ന് അരുളി ചെയ്തതായ കാര്യത്തിൽ വിശ്വാസത്തോടെ കാല് വയ്ക്കുക. വളരെ നാളായി മാറ്റിവെച്ച ആത്മീയ തീരുമാനങ്ങളുണ്ടോ? ഇന്ന് തുടങ്ങും. ദൈവമേൽപ്പിച്ച ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഭയന്ന് പിന്മാറുകയാണ്. വിശ്വാസത്തോടെ മുൻപോട്ട് പോകും. വഴി കാണാത്തത് കൊണ്ട് നിൽക്കരുത്. ദൈവത്തിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് നടക്കൂ. യോർദാൻ ആദ്യം മാറണമെന്നില്ല, വിശ്വാസത്തിൻ്റെ കാലടി ആദ്യം വരണം. നാം ഒരു കാലടി വയ്ക്കുമ്പോൾ തന്നെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നല്ല, പക്ഷെ ദൈവത്തിൻ്റെ വാക്കിൽ വെച്ച ഒരു കാലടിയും ഒരിക്കലും വ്യർത്ഥമാകില്ല. അതുകൊണ്ട് വഴി കാണുമ്പോൾ നടക്കുന്നത് വിശ്വാസമല്ല, ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ച് വഴി കാണാത്തപ്പോഴും നടക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മുമ്പിലുള്ള യോർദാനുകളെ നീ അറിയുന്നു. ഭയന്ന് നിൽക്കുന്ന ഞങ്ങൾക്ക് വിശ്വാസം തരണമേ. ഇന്ന് ഞങ്ങൾ വയ്ക്കുന്ന ഓരോ വിശ്വാസത്തിൻ്റെ കാലടിയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മുമ്പിൽ വഴി തുറക്കണമേ, ഞങ്ങളെ നയിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.